الله عظيم المنة واسع الفضل والنعمة سبحانه جعل في الكبار الخير والبركة ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മയേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോവുക. ശൈശവകാലം പിന്നിട്ട് ബാല്യകാലവും കൗമാരപ്രായവും പിന്നീട് യൗവനവും അതിന്റെ ശേഷം വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന വയോവൃദ്ധരായി അവസാനത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് മനുഷ്യ ജീവിതത്തിന്റെ കാലചക്രം എന്ന് പറയുന്നത്. ഇതിൽ മുതിർന്നവരായ, പ്രായമുള്ളവരായ, വയോവൃദ്ധരായ ആളുകളോട് താൻ തന്റെ സമപ്രായക്കാരോട് ഇടപെടുന്നത് പോലെയോ പെരുമാറുന്നത് പോലെയോ അല്ല വർത്തിക്കേണ്ടതെന്നും സഹവസിക്കേണ്ടതെന്നും അവരോട് പ്രത്യേകമായ ആദരവും ബഹുമാനവും കടമകളും കടപ്പാടുകളുമൊക്കെ തനിക്കുണ്ട് എന്നും വ്യക്തമായി പഠിപ്പിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. മുതിർന്നവരെ ആദരിക്കാതെ അവരുടെ വാക്കുകൾക്ക് കാതോർക്കാതെ പരിഹസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അധ്യാപനങ്ങൾ വളരെയേറെ കാലോചിതമാണ്, കാലപ്രസക്തമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മുടെ കടമയാണത്, ആ കടമ പാലിക്കാത്തവൻ യഥാർത്ഥ മുസ്ലിം അല്ല എന്നാണ്. ലൈസ മിന്ന, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മല്ലം യുവഖിർ കബീറന, നമ്മിലെ വയോവൃദ്ധരോട്, മുതിർന്നവരോട് ബഹുമാനാദരവുകൾ കാണിക്കാത്തവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മുസ്ലിമായി അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് വയോവാർദ്ധക്യത്തിലെത്തിയ മനുഷ്യൻ ഒരു ബറക്കത്തുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ആരാണ് ജനങ്ങളിൽ ഉത്തമൻ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്നാണ്. ജനങ്ങളിൽ ഉത്തമൻ ദീർഘായുസ് കിട്ടിയ വ്യക്തിയാണ്. കേവലം ദീർഘായുസ് തിന്മകളിലേക്ക് മാറ്റി ചെലവഴിച്ചവനെ കുറിച്ചല്ല, നന്മകളിൽ ജീവിതം ചെലവഴിച്ചുകൊണ്ട് വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനാണ് ഖൈറുന്നാസ്, ജനങ്ങളിലെ ഉത്തമനായ വ്യക്തിത്വമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ഒരാൾ വാർദ്ധക്യത്തിൽ എത്തുന്നത് അയാൾക്ക് പരലോകത്ത് ആ വാർദ്ധക്യത്തിന്റെ ജരാനരകൾ പോലും അയാൾക്കതൊരു പ്രകാശമാണ്. ഏതൊരു മുസ്ലിമായ മനുഷ്യനും യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചുകൊണ്ടവൻ വാർദ്ധക്യത്തിന്റെ അവശതകൾ എത്തുന്നുവെങ്കിൽ ഇല്ലാ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അതും അവന്റെ ആ ജീവിതത്തിൽ അവൻ അനുഭവിച്ച ആ പ്രയാസങ്ങളും വാർദ്ധക്യത്തിന്റെ അവശതകളും അടയാളങ്ങൾ പോലും അവനൊരു പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, റഹ്മാനായ റബ്ബിനെ നമ്മൾ ആദരിക്കേണ്ടതുണ്ടല്ലോ. ജല്ല ജലാലുഹു, ഏറ്റവും മഹത്വമുടവനായ യാദൽ ജലാലി വൽ ഇക്റാം എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുന്ന റഹ്മാനായ റബ്ബ്, ആ റബ്ബിനെ ആദരിക്കുന്നതിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ് മുത്ത മുസ്തഫ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്ന മിൻ ഇജ്ലാലില്ലാഹ്
അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിലും അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിലും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നതിലുമൊക്കെ പെട്ടത് തന്നെയാണ് ഇക്റാമദി ശൈബത്തിൽ മുസ്ലിം, മുസ്ലിമായ ഒരു വയോവൃദ്ധനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതുമെന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, വീടിന്റെ ഒരു ഐശ്വര്യമാണത്, വീട്ടിലെ ഒരു ബറക്കത്താണത്. ഇന്ന് നേരെ മറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കൂ വലിച്ചെറിയൂ എന്ന ആധുനിക നിരീശ്വര നിർമ്മതവാദപ്രകാരം ഉപയോഗശൂന്യമായതൊക്കെ മൂലയിലേക്ക് മാറ്റിയിടുകയും വേസ്റ്റ് ബോക്സിലേക്ക് തള്ളി മാറ്റുകയുമൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പ്രായമുള്ളവരെ പോലും ആ ഒരവസ്ഥയിലേക്ക് കാണുന്ന വയോജനങ്ങളും യുവാക്കളുമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ മുത്ത മുസ്തഫ പറയുകയാണ്, ഒരു വീട്ടിൽ പ്രായമുള്ളവരുണ്ടോ, വയോവൃദ്ധന്മാരുണ്ടോ, അൽ ബറക്കത്തു മഅ കബിരിക്കും, നിങ്ങളിലെ വയോവൃദ്ധരുടെ കൂടെയാണ് ബറക്കത്തുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ വാക്കുകളിൽ ബറക്കത്തുണ്ട്, അവരുടെ ദുആകളിൽ ഉത്തരമുണ്ടാകും, അവർ നൽകുന്ന അനുകമ്പയിൽ, അവരുടേതായ വിജ്ഞാനത്തിൽ, അവർ കാലപരിചയം, എക്സ്പീരിയൻസിൽ, അവരുടേതായ മറ്റു മാതൃകാ പ്രവർത്തനങ്ങളിൽ എല്ലാം അത് നമുക്ക് ഊർജ്ജമായി വർത്തിക്കേണ്ടതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും വലിയ നേതാവാണ്. ആ നേതാവ് പോലും അവിടുത്തേക്ക് തഖ്വയിലും അതുപോലെ തന്നെ സൂക്ഷ്മതയിലും ഒരാളും എത്തുകയില്ലല്ലോ. പക്ഷേ ആ മുത്ത് മുസ്തഫയുടെ സമീപത്തേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വയോവൃദ്ധനായ ഉപ്പയെയും തോളിലേന്തിക്കൊണ്ട് എടുത്ത് മുത്ത് മുസ്തഫയുടെ സമീപത്ത് കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, അബൂബക്കറെ, എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നു? എന്തിന് അദ്ദേഹത്തെ താങ്ങി വളരെ പ്രയാസം സഹിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? ലോകം കണ്ട നേതാവിന്റെ ചോദ്യമാണ്. ആ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് മുത്ത മുസ്തഫായുടെ ചോദ്യമാണതെന്ന് യുവതലമുറകൾ, ആധുനിക സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആരെങ്കിലും താൻ നല്ല യുവാവായിരിക്കെ ഒരു വൃദ്ധനെ അയാളുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് ആര് ആദരിക്കുന്നുവോ, ഇല്ലാ ഖയ്യദല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ കിബരി സിന്നിഹി, അവൻ വയോവൃദ്ധനാകുമ്പോ, ഈ വ്യക്തി വാർദ്ധക്യദശയിലെത്തുമ്പോ ഇവനെ ആദരിക്കാനും വന്ന് ചെറുപ്പക്കാരുണ്ടാകുമെന്ന് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യഹ്യ ഇബ്നു സഈദ് റഹിമഹുള്ള പറയുന്നുണ്ട്, മന്നഹാനദാ ശൈബത്തിൻ, നേരെ മറിച്ചും നമ്മൾ ഗൗരവത്തോടെ ഓർക്കണം. ഒരു വയോവൃദ്ധനെ ആരെങ്കിലും നിന്ദിച്ചാൽ ലം യമുത് ഹത്താ യബ്അസുല്ലാഹു അലൈഹി മൻ യുഹീനു ശൈബഹു ഇദാ ശാബ, ആരെങ്കിലും ഒരു വയോവൃദ്ധനെ, അയാൾ പ്രായമായ ഒരാളല്ലേ എന്നതിന്റെ പേരിൽ നിന്ദിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്താൽ, ഇവൻ, ഈ ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവനെ കളിയാക്കാനും നിന്ദിക്കാനും റബ്ബ് വേറെ ആളുകളെ ഇവിടെ ദുന്യാവിൽ ഏർപ്പാട് ചെയ്യാതെ അവൻ മരിച്ചു പോവുകയില്ല എന്നൊക്കെ റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുമ്പോൾ, പ്രിയമുള്ളവരെ, എത്രത്തോളം ഗൗരവമാണ് വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ പ്രായമുള്ളവർ, വയോവൃദ്ധന്മാർ, വൃദ്ധകൾ നമ്മുടെ അനുകമ്പയും ആദരവും ബഹുമാനവും അർഹിക്കുന്നവരാണെന്ന് തത്വത്തിൽ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അതിന്റെ പ്രഥമ സ്ഥാനത്ത് എണ്ണപ്പെടുന്നവർ നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ തന്നെയാണ്. അവരെ തന്നെയാണ്. അവരെ ബഹുമാനിക്കാതെ, അവരെ ആദരിക്കാതെ, അവരെ പരിഗണിക്കാതെ നാട്ടിലുള്ള വയോവൃദ്ധന്മാരെ ആദരിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ, പരിചരിക്കുന്നവരെന്ന പേരിന്റെ പിന്നാലെ പോകുന്ന സമൂഹത്തെയല്ല നമുക്കിന്ന് ആവശ്യം. സ്വന്തം വീട്ടിലുള്ള വയോവൃദ്ധരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയാണ് മാതാപിതാക്കളുടെ ഗൗരവത്തെക്കുറിച്ച്, ആദരിക്കേണ്ടെന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ, നിന്റെ അടുക്കൽ നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടാൾക്ക് പോലുമോ വാർദ്ധക്യദശ പ്രാപിച്ചു കഴിഞ്ഞാൽ നീ അവരോട് ഛേ എന്ന വാക്ക് പോലും പറയരുത്. കേട്ട് തഴമ്പിച്ച വചനമാണെങ്കിലും ഈ വചനത്തിന്റെ അത്ര ദുരുപയോഗം ചെയ്യപ്പെടുന്നവരായത്തുണ്ടോ എന്ന് സംശയമാണ്. ഏത് വീട്ടിലെ മക്കൾക്കാണ് ഈ ആയത്തറിയാത്തത്? ഏത് മുസ്ലിമീങ്ങൾക്കാണ് ഇതറിയാത്തത്? പക്ഷേ തനിക്ക് പറ്റാത്തത് തന്റെ വാപ്പ ചെയ്താൽ, ഉമ്മ ചെയ്താൽ കയർത്ത് സംസാരിക്കുവാനും, അവരെ വിരട്ടുവാനും, അവരോട് ചീത്ത പറയുവാനും, അവരുടെ മുമ്പിൽ ബഹളം വെച്ച് സംസാരിക്കുവാനും, അവരെ കൊച്ചാക്കുവാനും, അവരെ അനാദരിക്കുവാനും, അവരെ പരിഹസിക്കുവാനുമുള്ള ഒരു യുവതലമുറ ഈ ലോകത്തുണ്ടാകുമ്പോൾ
എത്ര തവണ ഈ വചനങ്ങളൊക്കെ ആവർത്തിച്ച് ഉരുവിട്ടാലും കേട്ടാലും പഠിച്ചാലും പഠിപ്പിക്കപ്പെട്ടാലും അധികമാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബഹുമാനവും ആദരവുമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഏറെ പ്രസക്തമാണ്. പ്രായമായവരെ കൈപിടിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നവര് മക്കളുണ്ടാവുക, പേരമക്കളുണ്ടാവുക, അതെന്ത് വലിയൊരാനന്ദമാണ്. അവരുടെ ശാരീരികമായ അവശതകൾ പരിഗണിച്ച് അവരുടെ ഓരോ ചുവടുവെപ്പിലും ശ്രദ്ധിച്ച് അവർ നടക്കുമ്പോൾ അവരുടെ മുന്നിൽ നടക്കാതെ പിന്നിൽ ഭവ്യതയോടെ നടന്ന് അവരോട് സംസാരിക്കുന്ന വാക്കുകളിൽ പോലും ലോലത വരുത്തിക്കൊണ്ട് ഒരു സദസ്സുകളിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി സദസ്സിലെ ഇരിപ്പിടം ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവര് സംസാരിക്കുമ്പോൾ അതിലേക്ക് സാഗൂതം ശ്രവിച്ചുകൊണ്ട് അവര് പറയുന്ന വാക്കുകളെ പരിഗണിക്കാതെ ഫോണിലോ മറ്റോ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ വാക്കുകളെ അവഗണിക്കുന്നവരായി മാറാതെ അവര് പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ ഭക്ഷണം വിളമ്പുന്നതിലും ഭക്ഷണം നൽകുന്നതിലും മറ്റുള്ളവരെക്കാൾ അവർക്ക് പ്രാധാന്യം നൽകി ഒരു ലിഫ്റ്റിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴോ അതിലേക്ക് കയറുമ്പോഴോ ഒരിടത്തേക്ക് പ്രവേശിക്കുമ്പോഴോ പോലും അവരെ മുന്നിൽ നടത്തി ഏതെല്ലാം കാര്യങ്ങളിൽ ഏത് വിധത്തിലെല്ലാം അവരെ ബഹുമാനിക്കാമോ ബഹുമാനത്തിന്റെ പാഠങ്ങളൊക്കെ ഈ സമൂഹം പാലിക്കണമെന്നാണ് പറയുന്നത്. ഇക്കാലഘട്ടത്തിന്റെ പ്രത്യേകത ഭൗതികമായ വിജ്ഞാനങ്ങൾ ഒട്ടേറെ പലർക്കുമുണ്ട്. പക്ഷേ അദബെന്ന 3 അക്ഷരം നഷ്ടപ്പെടുന്ന ഒരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട്, ബിരുദങ്ങളുണ്ട്, ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്. പക്ഷേ പ്രായമായവരോടും വൃദ്ധരോടുമൊക്കെ പാലിക്കേണ്ടുന്ന, ഇനി അവരോടൊന്ന് മാത്രമല്ല സമൂഹത്തിൽ പാലിക്കേണ്ടുന്ന അദബ് എന്ന് പറയുന്ന 3 അക്ഷരങ്ങളെ കുറിച്ച് ഒരു പിടിപാടുമില്ലാത്ത ഒരു വിഭാഗം സമൂഹമാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരിക്കൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സഹിൽ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള മസ്ഊദിന്റെ 2 മക്കളുണ്ട്. ഒന്ന് മുഹയ്യിസത്താണ്, മറ്റൊന്ന് ഹുവൈസത്താണ് റളിയല്ലാഹു അൻഹുമ. പ്രായമുള്ള 2 ആളുകളുണ്ട്. പ്രായമുള്ള 2 ആളുകളുടെ കൂടെ മൂന്നാമനായി അല്പം പ്രായക്കുറവുള്ള ഒരു വ്യക്തിയുമാണ് മുസ്തഫയുടെ സമീപത്തേക്ക് കയറി ചെല്ലുന്നത്. കയറി ചെന്ന് ഒരു കാര്യം സംസാരിക്കുകയാണ്. കാര്യം സംസാരിക്കാൻ തുടങ്ങിയതാരാണ്? പ്രായക്കുറവുള്ള ഇബ്നു സഹിലാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ കബ്ബിർ കബ്ബിർ, മുതിർന്നവര് സംസാരിക്കട്ടെ, മുതിർന്നവര് കാര്യം പറയട്ടെ. 3 ആളുകൾ കയറി ചെന്നുകൊണ്ട് ഒരു കാര്യം മുസ്തഫയോട് അവതരിപ്പിക്കുമ്പോ അവരുടെ കൂട്ടത്തിലെ മുതിർന്നയാൾ സംസാരിക്കട്ടെ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലൊരു സംസാരമുണ്ട്, തലയിരിക്കുമ്പോൾ വാലാടരുത് എന്ന്. ചില കാര്യങ്ങളൊക്കെ അതിലുമുണ്ട്. അതുകൊണ്ട് തന്നെ തലമുതിർന്നവരുണ്ടാകുമ്പോൾ അവിടെ പാലിക്കേണ്ടുന്ന മര്യാദകൾക്ക് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. അവരോട് മുശാവറ നടത്തുന്നതിൽ നമുക്കൊരു വൈമുഖ്യമുണ്ടാകരുത്. കാലപ്പഴക്കം ചെന്ന് ജരാനരകൾ ബാധിച്ച് ലോകം തിരിയാത്ത ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിന്റെ ഉടമയുള്ള ഓജസ്സും തേജസ്സുമൊക്കെ വറ്റിവരണ്ടുണങ്ങിയിട്ടുള്ള ഈ കാക്കമാരോട് താത്തമാരോട് എന്ത് കൂടിയാലോചിക്കാനാണെന്ന് മുതിർന്ന തലമുറയുടെ മക്കളും പേരമക്കളുമൊന്നും ചിന്തിക്കരുത്. അവരുടെ വാക്കുകളിൽ കാമ്പുണ്ടാകും, അവരുടെ വാക്കുകളിൽ ഗാംഭീര്യതയുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്കും തോന്നണം, ഞങ്ങളോട് മുശാവറ ചെയ്യുന്നത് എന്റെ മക്കൾക്കും പേരമക്കൾക്കും ഇഷ്ടമാണെന്ന് അവർക്ക് തോന്നുന്ന വിധത്തിൽ അവരോട് ശൂറകൾ നടത്താൻ മടി കാണിക്കേണ്ടതില്ല. വാഹനങ്ങളിൽ അവർക്ക് ഇരിപ്പിടത്തിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കാൻ മടി കാണിക്കേണ്ടതില്ല. അവരുടെ കാലപരിചയം, അവർ ഈ ലോകത്തൊരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അത് ഫലപ്രദമാണ് ഞങ്ങൾക്ക്, നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നവരോട് പറയുന്നതിലൂടെ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷകരമാണെന്ന് അവരെ അറിയിക്കുന്നതിലൂടെ, അവരുടെ ആരോഗ്യത്തെ പരിപാലിക്കുന്നതിലൂടെ, എപ്പോഴും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കുശലാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിലൂടെ അവരെ കാണുമ്പോൾ പുഞ്ചിരി പൊഴിക്കുന്ന മുഖത്തോടുകൂടി അവരോട് ചിരി പകർന്നുകൊണ്ട് സന്തോഷം പകർന്ന് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ, അത് എത്ര ചുരുങ്ങിയതാണെങ്കിലും, ഒരു പ്രായമുള്ള ഇക്കയാണ് ഈത്തയാണെന്ന നിലക്ക്, വല്ലിപ്പയാണ് വല്യമ്മയാണെന്ന നിലക്ക് അവർക്ക് ചില ഗിഫ്റ്റുകളൊക്കെ എന്ത് ചെറിയ സഹായം ചെയ്തു കൊടുത്താലും, കണ്ടിട്ടില്ലേ നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നൊരു പ്രായമുള്ള ഉപ്പയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കുമ്പോ, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ഉപ്പയെ ഒരു ഉമ്മുമ്മയെ ഒന്ന് കൈപിടിച്ചുകൊണ്ട് റോഡ്
ക്രോസ് ചെയ്യുവാൻ സഹായിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്കുണ്ട് നമ്മുടെ മുഖത്തേക്കൊരു വാത്സല്യത്തിന്റെ നോട്ടം. ആ നോട്ടം കണ്ടവരുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ആ നോട്ടം അനുഭവിച്ചവരുണ്ടോ നമ്മളുടെ കൂട്ടത്തിൽ? വയോവൃദ്ധരായ ആളുകളെ അവരുടെ വാർദ്ധക്യത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മളൊന്ന് അല്പം മാനിച്ചാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിന്റെ വാത്സല്യത്തിന്റെ ആ നോട്ടം കോടികൾ കിട്ടിയാലും ഈ ലോകത്ത് നമുക്ക് മതിയാവില്ല, പകരമാവില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല അവർക്ക് സന്തോഷം പകരുന്ന വാക്കുകൾ അവരെ കേൾപ്പിച്ചുകൊണ്ട് ഏകാന്തതയിൽ ജീവിതത്തെ ഹോമിക്കപ്പെട്ട് ആരാരും തന്നോടൊന്നും കൂടെയിരിക്കാനില്ല. തനിക്കിപ്പോൾ ആരുടെയും പ്രത്യേകമായ ഒരു കൂട്ട് കിട്ടാറില്ല. ആരും തന്നോട് മിണ്ടാൻ സമയം കാണിക്കാറില്ല. തനിക്ക് സമയം പോകാൻ പോലും പ്രയാസപ്പെടുന്നു എന്ന് തോന്നുന്ന പടുവൃദ്ധന്മാരായ ആളുകളുടെ ഏകാന്തതക്ക് അറുതി വരുത്തുന്ന വിധത്തിൽ അവരുടെ കൂടെ ഒരൽപ്പസമയമൊന്ന് ചെലവഴിച്ചുകൊണ്ട് അവരെ സന്ദർശിച്ചുകൊണ്ട് ഫോണിലൂടെയെങ്കിലും വിവരങ്ങൾ തേടിക്കൊണ്ട് അവർക്ക് മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവരുടെ വാക്കുകളേക്കാൾ നമ്മുടെ വാക്കുകൾ ശബ്ദം ഉയർത്താതെ അവരുടെ വാക്കുകളിൽ വരുന്ന ഏതെങ്കിലും അപാകതകളെ, ഒരുപക്ഷെ അവർക്ക് നമ്മുടെ എത്ര ഭൗതിക വിദ്യാഭ്യാസമില്ലല്ലോ, അവര് പറയുന്നൊരു നേരെ പലപ്പോഴും വിഡ്ഢിത്തമായിരിക്കാം. പക്ഷേ അപ്പോഴും അതിന്റെ പേരിൽ പരിഹാസച്ചിരി നമ്മുടെ ചുണ്ടിൽ വിടരാതെ, അവരെ കളിയാക്കാതെ, അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന സേവനത്തിൽ ഒരു വെറുപ്പും കാണിക്കാതെ, അവരോടൊപ്പം ഇരിക്കുന്നത് ഒരു ഭാരമായി കാണാതെ എപ്രകാരമെല്ലാം നമുക്കവരെ ആദരിക്കാൻ കഴിയുമോ? മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്നത ആഖുൻ. മുതിർന്നവരോട്, അതേ മാതാപിതാക്കളോടൊക്കെ പ്രത്യേകിച്ചും ആഖായ ആളുകൾ, അവരോട് പാലിക്കേണ്ട മര്യാദകൾ യഥാവിധി പാലിക്കാത്ത മക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള വയോവൃദ്ധരാകുമ്പോൾ പ്രത്യേകതയുണ്ട്. ഒന്ന് തന്റെ രക്തബന്ധമാണ്, മറ്റൊന്ന് വയോവൃദ്ധനാണ്. അയൽക്കാരാകുമ്പോഴും പ്രത്യേകതയുണ്ട്. അയൽവാസിയാണ്, വയോവൃദ്ധനാണ്. നാട്ടുകാരാകുമ്പോൾ, ബന്ധപ്പെട്ടവരാകുമ്പോൾ, ആരാകുമ്പോഴും പ്രായത്തെ പരിഗണിക്കുന്ന ആ ഒരവസ്ഥ വളരെയേറെ പുണ്യകരമാണെന്ന് പുതുതലമുറ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരവസ്ഥയിലേക്ക് വളരാനും ഉയരാനും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമുക്ക് കരുത്തു പകരണം. സ്വഭാവ മൂല്യങ്ങളിലൂടെയും അത് നിലനിർത്തുന്നതിലൂടെയും ഒക്കെ തന്നെയാണ് സ്വർഗപ്രവേശം ഉറപ്പുവരുത്താനാവുക എന്ന ഖണ്ഡിതമായ അലംഘനീയമായ നിയമത്തെ ഒരിക്കലും ആരും മറക്കാതിരിക്കുക. റഹ്മാനായ റബ്ബ് ആദരിക്കേണ്ടവരെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും വന്നുപോയ അപാകതകൾ പുറത്തു തന്നു മാപ്പ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അല്ലാഹു നമ്മയെല്ലാം തഖ്വയുള്ളവരിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുതിർന്നവരോടുള്ള ബഹുമാനവും ആദരവും നമ്മുടെ ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ന്യൂ ജനറേഷന് പകർന്നു കൊടുക്കൽ രക്ഷിതാക്കളുടെ കടമയാണ്. നമ്മുടെ വീട്ടിലെ പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം മുതിർന്നവരോടുള്ള ബഹുമാനം എപ്രകാരമൊക്കെ പ്രകടിപ്പിക്കണം എന്ന്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് വഴിയിൽ വെച്ച് മുതിർന്നവരായ ഒരാളെ കണ്ടുമുട്ടിയാൽ, തന്നേക്കാൾ പ്രായമുള്ളവരെ കണ്ടുമുട്ടിയാലും നീ സലാം അങ്ങോട്ടാണ് പറയേണ്ടത് എന്ന്. അവരിങ്ങോട്ട് പറയട്ടെ എന്ന് ഒരു മക്കളും ആഗ്രഹിക്കരുത്, ഒരു മോനും ആഗ്രഹിക്കരുത് അവരിങ്ങോട്ട് പറയട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ വാചകമാണല്ലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നുള്ളത്. അത് തുടങ്ങുമ്പോൾ പോലും നീ മുതിർന്നവരെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങോട്ട് പറയണമെന്നാണ് പഠിപ്പിക്കുന്നത്. യുസല്ലിമു സഗീറു അലൽ കബീർ. പ്രായത്തിൽ കുറവുള്ളവർ, പ്രായത്തിൽ മുതിർന്നവർക്കാണ് സലാം പറയേണ്ടത്. നോക്കൂ നിങ്ങൾ, ആ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പോലും ഇസ്ലാം അതിൻ്റെതായ അതിന്റെ മര്യാദകളും തർത്തീബുകളുമൊക്കെ പഠിപ്പിച്ചു തരികയാണ്. സംസാരത്തിലെ മര്യാദകൾ പോലും നോക്കൂ നിങ്ങൾ. മഹാനായ
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാനൊരിക്കൽ എന്റെ ബാപ്പയുണ്ട്, അതുപോലെ തന്നെ മുതിർന്നവരായ ഒരുപാട് ആളുകളുള്ള ഒരു സദസ്സിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം അള്ളാഹുവിന്റെ റസൂൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? ഇന്ന മിനശ് ശജറതൻ മസലുഹാ കമസലിൽ മുസ്ലിം. ഒരു മുസ്ലിമായ മനുഷ്യനെ ഉപമിക്കാവുന്ന വിധത്തിലുള്ള ഒരു വൃക്ഷമുണ്ട് നമ്മുടെ നാട്ടിൽ, ലോകത്ത് അങ്ങനെ ഒരു വൃക്ഷമുണ്ട്. ആർക്കാ പറയാൻ കഴിയുക? എല്ലാരും ഉണ്ടാതിരുന്നു. അപ്പൊ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ആരാ പറയുന്നത്? അബ്ദുള്ള മോൻ പറയാണ്, ഫഅറദ്തു അൻ അഖൂല ഹിയ അൻ-നഖ്ല. അല്ലാഹുവിന്റെ റസൂലേ, അത് ഈത്തപ്പന മരമാണ് എന്നെന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അതുകൊണ്ട് ഞാനതാണ് എഴുന്നേറ്റ് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി. പക്ഷേ ഞാൻ മിണ്ടിയില്ല. ഫഇദാ അനാ സഗറുൽ ഖൗമി ഫസക്കത്തു. ഞാൻ നോക്കുമ്പോ എല്ലാവരും എന്നെക്കാണ പ്രായമുള്ള ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, മഹാന്മാര്. എന്റെ ഇടയിൽ ഞാനത് പറയുന്നത് അദബിന് കുറവാകും വിചാരിച്ച് ഞാൻ മിണ്ടിയില്ല. നോക്കൂ, നിങ്ങൾ സഹാബത്ത് പഠിക്കുകയാണ്, അവര് മനസ്സിലാക്കുകയാണ്. ഒരാളുടെ ഇടക്ക് കയറി സംസാരിക്കല്ല. ഞാനാ വലിയവെന്നുള്ള ആൾക്ക് വർത്താനം പറയല്ല, മറ്റുള്ളവനെ കടന്ന് സംസാരിക്കല്ല. അവിടെ പോലും ആദരവുകൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, അവരെങ്ങനെ പാലിക്കുകയാണ്. അങ്ങനെ വളർന്നവരാ, അങ്ങനെ വളർത്തപ്പെട്ടവരാണ് സഹാബാക്കളുടെ മക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുതിർന്നവരുടെ കൂടെ ഇരിക്കാനൊക്കെ ഈ ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താല്പര്യമില്ലാത്ത മക്കളാ വളർന്നു വരുന്നത്. വല്യപ്പയുണ്ട്, വല്യമ്മയുണ്ട്, അവരുടെയൊക്കെ കൂടെ പേരമക്കളൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഇന്ന് താല്പര്യമില്ല. അവരെ പരിഹസിക്കും, അവരുടെ വർത്താനം കേട്ട് ചിരിക്കും, കളിയാക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കണം, കൂടെ ഇരിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. പപ്പന്റെ കൂടെ ഇരിക്കണം, ഉമ്മന്റെ കൂടെ ഇരിക്കണം. അവരൊക്കെ പ്രായമുള്ളവരാണ്, അവരൊക്കെ നമ്മളെക്കാൾ ലോകത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ബറക്കത്തുണ്ട്. അവരൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടിയേക്കും. കാരണം നന്മയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് യൗവനമൊക്കെ പിന്നിട്ട് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ചുകൊണ്ട് വാർദ്ധക്യത്തിൽ എത്തിയവരാണ് അവരൊക്കെ. അവർക്കൊക്കെ വാക്കുകൾക്ക് വിലയുണ്ട്. അവരൊക്കെ പല കാര്യങ്ങളും അവർക്കൊക്കെ അനുഭവ പരിചയങ്ങളുണ്ട്. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കൊക്കെ മക്കളെ നിങ്ങൾ കാതോർക്കണം. അതുപോലെ തന്നെ അവക്കൊക്കെ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ അവരുടെ സൽസ്വഭാവങ്ങളൊക്കെ, നല്ല സ്വഭാവങ്ങളൊക്കെ നിങ്ങൾ പകർത്തണം. നിങ്ങൾക്ക് വേണ്ടി അവരുടെയൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടാകുന്ന വിധത്തിൽ നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കണം. അവരുടെ പൂർവികരെ കുറിച്ച് പോലും നിങ്ങളൊക്കെ അവരെ ഓർമ്മിപ്പിക്കണം. ഉപ്പാനോട്, മുതിർന്ന ഉപ്പയോട്, ഉമ്മയോട് ഉപ്പാന്റെ ഉപ്പാടെ കാര്യമൊക്കെ ചോദിക്കുക, ഉമ്മന്റെ കാര്യമൊക്കെ ചോദിക്കുക. അതെന്താ? അവരുടെ മനസ്സിലേക്കപ്പം അങ്ങനെ ഓർമ്മ വരും. നിങ്ങൾ നോക്കണ്ടേ, പ്രായമുള്ള വാർദ്ധക്യരായ ആളുകളോട് അവരുടെ മരിച്ചുപോയ ഉപ്പാനെ പറയുമ്പോ, മരിച്ചുപോയ ഉമ്മയെ ഓർമ്മിപ്പിക്കുമ്പോ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ആ കണ്ണുനീര് വരുന്ന സമയം നോക്കി, ആ ഉപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കി വല്ലിപ്പാക്ക് വേണ്ടിയുള്ള മഗ്ഫിറത്തിനുള്ള തേട്ടം, വല്ലിമ്മാക്ക് വേണ്ടിയുള്ള മഗ്ഫിറത്തിന് വേണ്ടിയുള്ള തേട്ടം എത്ര സന്തോഷകരമാണത്. നമ്മുടെ ഉപ്പമാരോട് മാത്രമല്ല, ഉപ്പാപ്പമാരോട്, അവരുടെയും ഉപ്പാപ്പമാരോട്, ഇത്ര തലമുറകൾ കഴിഞ്ഞുള്ള ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരുമുണ്ടോ, അവരെയൊക്കെ ആദരിക്കുന്നത്, അവരെയൊക്കെ ബഹുമാനിക്കുന്നത് നമ്മുടെ ഉപ്പനോടും ഉമ്മനോടുമുള്ള ആദരവിന്റെ ഭാഗമാണെന്ന് പുതുതലമുറ മനസ്സിലാക്കിയിരിക്കണം. പ്രാർത്ഥനയുള്ളവരൊക്കെ കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വിധത്തിലൊക്കെയുള്ള കടമകളും കടപ്പാടുകളും പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴേ യഥാർത്ഥ മുസ്ലിമാവുകയുള്ളൂ. ഇസ്ലാമിനെ എല്ലാ മേഖലയിലും കൈവച്ചുകൊണ്ട് മനുഷ്യനെ സംസ്കാരത്തിന്റെ ഉത്തുംഗമായ പദവിയിലേക്ക് എത്തിക്കുവാനുള്ള പാഠങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് പ്രസംഗത്തിലോ സംസാരത്തിലോ ഉണ്ടായാൽ മാത്രം പോരാ. നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളിൽ അതുണ്ടാവണം, പ്രയോഗരംഗത്തതുണ്ടാവണം. അങ്ങനെ വളരുന്ന ഒരു തലമുറയായി നമ്മൾ മാറണം. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. നമ്മിലെ പല ആളുകളും രോഗികളാണ്. വീടുകളിലും ആസ്പത്രികളിലുമൊക്കെ രോഗികളായി കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. റഹ്മാനായ റബ്ബ് അവർക്കെല്ലാം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും എല്ലാ അർത്ഥത്തിലും റബ്ബിന്റെ ഖൈറും ബറക്കത്തും പൊതിഞ്ഞുകൊണ്ടവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ബന്ധുമിത്രാദികൾ, പരിചയമുള്ളവർ, ഇല്ലാത്തവർ, എല്ലാ വിശ്വാസികൾക്കും اللهم مغفرة ورحمة നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا
وتوفنا مع الأبرار والحمد لله رب العالمين.